ഹലോ എവറിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ ആർസണൽ 3 കൺഫേം സൈനിങ് നടത്തിയിരിക്കുകയാണ് സോ ഫാർ ഈ സമ്മർ വിൻഡോയിൽ. ആദ്യത്തേത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ തൊട്ട് കെപ്പ, രണ്ടാമത്തേത് നമ്മളെല്ലാവരും കാത്തിരുന്ന സുബമെൻഡി സൈനിങ്. ഇപ്പോൾ മറ്റൊരു നല്ലൊരു ബിസിനസ് എന്ന് തന്നെ പറയണം, ക്രിസ്ത്യൻ നോർഗാർഡ്. നമ്മുടെ ഓഡഗാർഡിനൊക്കെ ഒരു കൂട്ടായിരിക്കുകയാണ്, മറ്റൊരു നോർവീജിയൻ വന്നിരിക്കുകയാണ്, ക്രിസ്ത്യൻ നോർഗാർഡ്. ബ്രെൻഫോർഡിന് വേണ്ടി കളിച്ച പ്ലെയർ, ബ്രെൻഫോർഡിനെ പ്രൊമോഷൻ, അതായത് പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോഷൻ ആകാൻ സഹായിച്ച പ്ലെയർ. 100-ലധികം പ്രീമിയർ ലീഗ് ഗെയിംസ് കളിച്ചിട്ടുണ്ട് നോർഗാർഡ്, അറൌണ്ട് 122 പ്രീമിയർ ലീഗ് ഗെയിംസ്. കാര്യം ശരിയാ, ഇച്ചിരി വയസ്സിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഇച്ചിരി കൂടുതലാണെങ്കിൽ പോലും 31 വയസ്സുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ആ പാർട്ടേ പോയ സാഹചര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് വാസ് വെരി അൺഫോർച്ചുനേറ്റ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ പാർട്ടേ പോയ ഗ്യാപ്പിൽ നോർഗാർഡിനെ കൊണ്ടുവന്നത് വളരെ നല്ല ബിസിനസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റൂ. ഇതിന് നമുക്ക് ഓഫ് കോഴ്സ് വി ഹാവ് ടു ഗിവ് ക്രെഡിറ്റ് ടു അർട്ടറ്റ, നമ്മുടെ ആൻഡ്രേ ബെർട്ട, ഇവർക്കെല്ലാം നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. സുബമെൻഡി വന്നപ്പം പാർട്ടേ പോകുന്നു എന്നുള്ളത് കൺഫേം ആയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം 2 വർഷം മുമ്പ് റൈസ് വന്നപ്പോൾ ഷാക്ക പോവുകയായിരുന്നു. സോ അതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പില്ലായിരുന്നു. റൈസ് വന്നപ്പം ഷാക്കേനെ നിർത്തണം എന്നായിരുന്നു എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എനിക്കത് കാണാനായിരുന്നു കുറച്ചുകൂടെ താല്പര്യം. ഷാക്ക ബുണ്ടസ് ലീഗിലേക്ക് പോകുന്നു, ബുണ്ടസ് ലീഗ ജയിക്കുന്നു, നമ്മുടെ സാവിയുമായിട്ട് ചേർന്ന് ബയർ ലിവർകൂസറിന് വേണ്ടി. സോ എനിവേ, ആ ഒരു സെയിം സിറ്റുവേഷൻ വീണ്ടും റിപ്പീറ്റ് ആവുകയാണല്ലോ എന്നുള്ളൊരു തോന്നലിരുന്നപ്പോഴാണ് നമ്മുടെ ക്രിസ്ത്യൻ നോർഗാർഡ് പിക്ചറിലേക്ക് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ 6 പ്രീമിയർ ലീഗ് ഗോൾസ് അടിച്ചിട്ടുണ്ട്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് പോലും 6 പ്രീമിയർ ലീഗ് ഗോൾസ് ക്രിസ്ത്യൻ നോർഗാർഡിൻ്റെ പേരിലുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്ന പൊസിഷൻ ലെഫ്റ്റ് വിങ് ആരാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ സ്ട്രൈക്കർ പൊസിഷൻ. ലെഫ്റ്റ് വിങ്ങിൽ ഒരുപാട് റൂമേഴ്സ് തുടക്കം തൊട്ടേ നമുക്ക് എല്ലാവർക്കും അറിയാം. നിക്കോ വില്യംസ് ബാർസലോണയെ തേച്ചു, അത്ലറ്റിക്കോയിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. റോഡ്രിഗോ എന്താവുമെന്ന് ആർക്കും അറിയത്തില്ല. ആർസണലുമായിട്ട് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ലിങ്ക്ഡ് ആയിരുന്നു, അത് കഴിഞ്ഞിപ്പോൾ ലിവർപൂളുമായിട്ട് ലിങ്ക്ഡ് ആണ്. സോ എന്താവും ആ സിറ്റുവേഷൻ നമുക്കറിയത്തില്ല. പിന്നെ എസേനെ ലെഫ്റ്റ് വിങ് അറിയത്തില്ല, പുള്ളി കുറച്ചുകൂടെ ഒരു സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ആയിട്ടാണ്, നമ്പർ 10 റോളാണ് കുറച്ചുകൂടെ സൂട്ടഡ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് വിങ് കളിപ്പിക്കുന്നത് അത്ര നല്ല കാര്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റൈറ്റ് വിങ്ങിൽ കളിപ്പിക്കാൻ പറ്റുമായിരിക്കും. സോ ദാറ്റ്സ്, പക്ഷേ ഈ പ്ലെയറിൽ നിന്ന് എസെ വന്നാൽ നന്നായിരിക്കുമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം ആസ് എ പ്ലെയർ, ആ പ്ലെയർ നമ്മുടെ സിസ്റ്റത്തിൽ ഈസിലി ഫിറ്റ് ആവും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയർ ആണ്. എസെ വന്നു കഴിഞ്ഞാൽ എസെ വെച്ച് ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ കൈ ഹാവർട്സിനെ വെച്ച് ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ പാതി എഫേർട്ട് എസെനെ കൊണ്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് ഡീൽ ഫോർ ആർസണൽ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആ ഒരു പൊസിഷനിലേക്ക്, അല്ലെങ്കിൽ ഇനി അടുത്തൊരു സൈനിങ് എസെ ആണെങ്കിൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നോനി മഡുവേക്കേനെക്കാട്ടിലും നല്ലൊരു സൈനിങ് ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം സാക്കേനെ കവർ ചെയ്യാനാണെങ്കിൽ തന്നെ ഈത്തൻ വെന്നിയറി ഈസ് ഇനഫ്. ഈത്തൻ വെന്നിയറി ഈസ് മോർ ദാൻ ഇനഫ്. ഈത്തൻ വെന്നിയറി കൂടുതൽ ഗെയിം ടൈം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ നല്ല കാര്യമല്ലേ. അത്രയും യങ് ഏജിൽ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് കുറച്ചുകൂടെ ഗെയിം ടൈം എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമല്ലേ. ഇഫ് ഈസ് ഡിമാൻഡിങ് മോർ ഗെയിം ടൈം, ഗിവ് ഹിം മോർ ഗെയിം ടൈം. അവൻ പ്രൂവ് ചെയ്യട്ടെ, അവൻ്റെ ലെറ്റ് ഹിം പ്രൂവ് ഹിംസെൽഫ് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. നമ്മൾ കഴിഞ്ഞ സീസണിൽ സാക്കയ്ക്ക് ഇഞ്ചുറി ആയപ്പം ഈത്തൻ വെന്നിയറി എന്ത് നന്നായിട്ട് കവർ ചെയ്തതാണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. സോ ഡെഫിനറ്റ്ലി ഇഫ് ഈസ് ഡിമാൻഡിങ് ടൈം, ഗിവ് ഹിം ടൈം, അത്രേ ഉള്ളൂ. ഇപ്പം ഇഫ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഔട്ട്, ജാനുവരി ട്രാൻസ്ഫർ ഉണ്ട്, ലോൺ ലൈക്കോ അല്ലെങ്കിൽ സെല്ലും ഓർ വാട്ട് എവർ. ബട്ട് ഞാൻ പറയാം, എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയാം, ഈത്തൻ വെന്നിയറിക്ക് ടൈം കൊടുക്കുകയാണെങ്കിൽ ഹീ വിൽ പ്രൂവ് ഹിംസെൽഫ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വളരെ ടാലൻറ്റഡ് പ്ലെയർ ആണ്. സെയിം ലൈക്ക് മൈൽസ് ലൂയിസ് കെലി, വളരെ ടാലൻറ്റഡ് പ്ലെയർ ആണ്. സോ 100% അവന് ടൈം കൊടുക്കുകയാണെങ്കിൽ നോനി മഡുവേക്കേൻ്റെ പുറകെ പോകുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും ഈത്തൻ വെന്നിയറിനെ കീപ്പ് ചെയ്തിട്ട് അവന് കൂടുതൽ ഗെയിം ടൈം കൊടുക്കുന്നതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഇനി സ്ട്രൈക്കർ പൊസിഷനിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ ചേസ് ചെയ്യുന്ന പ്ലെയർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് ഡീൽ ഡൺ എന്നൊക്കെയായിരുന്നു 2-3 ദിവസം വരേക്കും നമുക്ക് കിട്ടിയ ന്യൂസ്. അത് മറ്റാരുമല്ല, ഗ്യോക്കറൈസ്
സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിയുടെ സ്വന്തം സാലറി 2 മില്യൺ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ആർസണലിലേക്ക് വരുന്നത്. പുള്ളി ഇനി പോർട്ടോയിലേക്ക് ഞാൻ തിരിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞ് സ്ട്രൈക്കിൽ പോയിരിക്കുകയാണ്. സോ അങ്ങനെ വളരെ കുറേ നല്ല ന്യൂസാണ് ആർസണൽ ഫാൻസിന് കേൾക്കാൻ പറ്റുന്നത്. സോ ആ ഡീൽ എത്രയും പെട്ടെന്ന് നടക്കട്ടെ, എൻ്റെ അടുത്ത വീഡിയോ ജോക്രസിനെ പറ്റി ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച്.